നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് ഒരു പ്രതിഷേധത്തിന് നാട് സാക്ഷിയായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേരളത്തോടൊപ്പം അണിചേർന്നു. ഈ സമരം ഫലം കണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിഷേധം എത്രമാത്രം ഗുണം ചെയ്യുമെന്നാണ് അങ്ങ് കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ പ്രതിഷേധം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ച ഫണ്ടുകൾ പെട്ടെന്ന് അനുവദിക്കുമെന്നാണോ കണക്കാക്കേണ്ടത്? പെട്ടെന്ന് അനുവദിക്കാന്ന് പറഞ്ഞാൽ അവരങ്ങനെ അനുവദിച്ചിട്ട് ഒരു ക്യാമ്പെടുക്കൊന്നുമില്ല. സാധാരണ രീതിയിൽ അല്പം കുറച്ച് കൊടുത്ത് ഇങ്ങനെ വരും. അല്ലാതെ അവരും തന്നെ ഞങ്ങള് തോറ്റു എന്നുള്ളത് പറയാൻ പറ്റില്ല. അവർക്ക് അവര് ഭരിക്കണ പാർട്ടിയല്ലേ സാറ്. അപ്പൊ അതുകൊണ്ട് സമരം ഗുണേ ചെയ്യും. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ കേരള ഹൗസിൽ നിന്ന് പ്രകടനമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജന്തർ മന്ദറിൽ എത്തിയത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ CPI ജനറൽ സെക്രട്ടറി D രാജ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, അതുപോലെ ജമ്മു കശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും സമരത്തിൻ്റെ ഭാഗമായി. തമിഴ്നാട് IT മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ ഈ സമരവേദിയിലെത്തി. കറുത്ത വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം സമരവേദിയിൽ എത്തിയത്. അടിച്ചമർത്തലിനെതിരായ സമരമാണ് നടക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത്. കേരളത്തിന് കിട്ടാനുള്ള വിഹിതങ്ങൾ കണക്ക് എണ്ണി പറയുകയും മുഖ്യമന്ത്രി ചെയ്തു. മുരളി എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ ചേരുന്നു എന്നോടൊപ്പം. കൊല്ലത്ത് നിന്നാണ് ശ്രീ മുരളി വിളിക്കുന്നത്, അല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഇളയമുരളി. നമസ്കാരം ശ്രീ മുരളി. ശ്രീ, അങ്ങക്ക് ഇന്നത്തെ ഈ സമരവും പ്രതിഷേധവും ഒക്കെ കണ്ടോ? സാറേ, സമരം ചെയ്യാൻ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു പ്രസ്ഥാനത്തിനും അവകാശമുണ്ട് ഇവിടെ. പക്ഷേ ഈ സമരം വെറും അർത്ഥശൂന്യമായ ഒരു സമരമാണ്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? കാര്യം, ഈ ഗവൺമെന്റിന് ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഗവൺമെന്റിന്. അത് കേരളത്തിൽ അവർ ചെയ്യാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഈ സമയത്ത് ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. CPMന്റെ ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല കേട്ടോ. രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി യാതൊരു വിശ്വാസവുമില്ല. രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറായപ്പോഴാണ് ഇവിടെ നിന്നൊരു സമരവുമായി നമ്മൾ പോയത് എന്നാണോ താങ്കളുടെ ആക്ഷേപം? ഇതേ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട പല ക്ഷേമ പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, അതേപോലെ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട പല അവകാശങ്ങളും പെൻഡിംഗ് ആയി കിടക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല ജനങ്ങൾക്ക്. ഒന്നും തന്നെ ഒരു സർവീസ് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല. ഇവിടെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കേണ്ട സമയത്ത് അവര് ഒരു വാഹനവും എടുത്ത് ഈ കേരളത്തിലൊട്ടാകെ ഉല്ലാസയാത്ര പോലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ ഉണ്ടായി? ഖജനാവിൽ കാശില്ലാതെ എവരിവിടെ എന്താണ് ചെയ്യുന്നത്? അജ്മൽ എന്നൊരു പ്രേക്ഷകൻ കൂടി തലശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജ്മൽ, ഈ മുൻപ് എന്നോട് സംസാരിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇത് അവസാന നിമിഷം പോയി സർക്കാരിൻ്റെ കാലാവധി കേന്ദ്ര സർക്കാരിൻ്റെ അവസാനിക്കാറായ ഘട്ടത്തിലാണ് ഈ പ്രതിഷേധവുമായി പോകുന്നത്. എന്ത് കണക്കാക്കണം ഇതിൽ നിന്ന്? അല്ല, ഇന്നത്തെ പ്രതിഷേധം കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയും മാറും. കഴിഞ്ഞ ദിവസം കർണാടകയിലെ സർക്കാർ പറഞ്ഞ പോലെ അവർക്ക് എത്രയോ പൈസ കിട്ടാണ്ട്, പിന്നെ അവരെന്തിനാ പോയി സമരം ചെയ്യുന്നു? അതേപോലെ തന്നെ ഇന്ന് സംസാരിച്ച കമൽനാഥും മറ്റേ ഡൽഹിയിലെ കെജ്രിവാളും എല്ലാവരും സംസാരിച്ചത് കേരളത്തിന് BJP സർക്കാർ ഇല്ലാത്ത എല്ലാ സർക്കാരിനെയും BJP ഇല്ലാത്ത എല്ലാ സർക്കാരിനെയും കേന്ദ്രം മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ സമരത്തിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പക്ഷേ ഇന്നത്തെ സമരത്തോടെ കോൺഗ്രസ് പാർട്ടി വിട്ടോ? കോൺഗ്രസ് പാർട്ടി വിട്ടു എന്നല്ല, പ്രതിപക്ഷം അതിന് ഒരു എന്താ പറയുക സപ്പോർട്ട് കൊടുക്കണമായിരുന്നു.
പ്രതിപക്ഷത്തിൽ അല്ല അവര് ഒറ്റയ്ക്ക് സമരം ചെയ്തോളാം, ഞങ്ങൾക്ക് CPM-ന്റെയോ അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടത് യോജിച്ച പ്രക്ഷോഭം വേണമെന്നാണോ? ഇത് രാഷ്ട്രീയമായിട്ടുള്ള കണക്കൂട്ടേണ്ടത്. അതിന് മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിനെയും VD സതീശനെല്ലാം ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചിട്ടും അവർ പോവാൻ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കോൺഗ്രസ്സുകാരും കപിൽനാഥും മറ്റേ ഇവരെല്ലാം പങ്കെടുത്തത് ഏറ്റവും വലിയ അടിയായിട്ട് മാറും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിലെ. അവർ ഇനിയും പഠിക്കും. ഇപ്പൊ 2000 ജീവിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ടെന്ന് ഇപ്പം കണക്കൂട്ടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സമരം വൻ വിജയം മാറാൻ പോവാണ് സർക്കാരിന്. ശരി, വിജയമാകുമെന്നാണ് തീർച്ചയായും. യെസ്, ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെ വിലയിരുത്തും ഇന്നത്തെ സമരത്തെ? മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഡൽഹിയിലെയും പഞ്ചാബിലെയും ഒക്കെ മുഖ്യമന്ത്രിമാർ എത്തിയാണ് ഈ പ്രക്ഷോഭത്തിന് കരുത്ത് പകർന്നത് എന്നാണ് വാർത്തകൾ. അപ്പോഴെങ്ങനെ കാണുന്നു ശ്രീ ദാസൻ ഈ സമരത്തെ? വേറെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മളെ പൈസ കുറേയും കൂടെ പോയി കിട്ടും. ഇപ്പൊ തന്നെ 3.25 ലക്ഷം ഉറുപ്പിയാണ് ഈ 20 പേർക്ക് 2 ദിവസത്തേക്ക് താമസിക്കുന്ന റൂമിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രം 3.25 ലക്ഷം ഉറുപ്പിയാണ്. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ ഒരാൾക്ക് 2 ദിവസത്തേക്ക് 5000 ഉറുപ്പ്യക്ക് നല്ല അന്തസ്സായിട്ട് ചെയ്തിക്കാം. എന്നാത്തിന് 1 ലക്ഷം പോലും 3.25 ലക്ഷം ഉറുപ്പ്യ അങ്ങനെയും പോയി. ഇനിയിപ്പോ ഇവരെ പ്ലെയിനിന്റെയും മറ്റേ ട്രെയിനിന്റെ ഒക്കെ ടിക്കറ്റ് വേറെ വരുന്നുണ്ട്. ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യം ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ ഇനിയെങ്കിലും ഈ ദൂരത്ത് അവസാനിപ്പിക്കുക. നിങ്ങളെ വീട്ടിൽ എന്തിനാണ് നിങ്ങൾ 42 ലക്ഷത്തിലെ തൊഴുത്തുണ്ടാക്കി? ഞാൻ ഒറ്റ ചോദ്യമുണ്ട്, ആരെ വകയിൽ അങ്ങനെ ഉണ്ടാക്കിയത്? ഏത് നിയമമാണ് അത്? നിങ്ങൾ ആദ്യമായിട്ട് ഇനിയെങ്കിലും ഈ ദൂരത്ത് അവസാനിപ്പിക്കുക. ദൂരത്ത് അവസാനിപ്പിച്ചിട്ട് ജനങ്ങൾ കാണിച്ചു കൊടുക്കുക, നല്ല മാന്യമായിട്ട് ജീവിച്ച്. നിങ്ങൾക്ക് കണ്ടമാനം ഓരോരുത്തരുടെ കറണ്ട് ബില്ല് 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത 1 മാസം കറണ്ട് ബില്ല് മന്ത്രിന്റെ ഇതൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എല്ലാം പ്രഖ്യാപിക്കും ഓരോ മാസം നിങ്ങൾ ചെലവാക്കുന്ന പൈസ. നമ്മൾ മുണ്ടുമുറുക്കി കൊടുത്ത് ഈ പ്രതിസന്ധി അതിജീവിക്കണമെന്നാണ്. നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയാം. ഇവർ ആറുമാതി ജീവിക്കുക. ഇതെന്നെ മാറ്റി ഇത് ആദ്യം നിർത്തണം. നിർത്തിയവർ നമ്മൾ ഓരോരുത്തരും വിമർശിച്ചേ പറ്റും. വിമർശിക്കാൻ എപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കണം ശക്തമായിട്ട്. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മാവേലിക്കരയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, താങ്കൾ എന്ത് ചെയ്യുന്നു? നമസ്കാരം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല ഞാനൊരു ഒരു സുഖമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളാണ്. അത് ശരി. അപ്പൊ ഞാന് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇവർ ഇപ്പൊ പിന്നെ ഈ കണക്ക് കൊടുക്കാതെ പിന്നെ ഈ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടതിന്റെ അതിന്റെ വിധി അറിയാതെ വിധി വരുന്നത് വരെ പിന്നെ കാത്തിരിക്കാതെ ഇതുപോലെ ഒരു സമരം ഇപ്പോ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞതുപോലെ കുറച്ച് പൈസ ചെലവാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. അവര് കൃത്യമായിട്ട് കുറെ നാളുകൊണ്ടേ പറയുന്നുണ്ട് അവര് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല. ഈ കണക്കും കൊടുത്ത് പിന്നെ ഈ പിന്നെ കിട്ടാനുള്ളത് നേരത്തെ പിന്നെ അവർ സമ്മതിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും സമ്മതിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ കാരണം ഈ ധനകാര്യ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ ഒരാൾ വിചാരിച്ച കാര്യം ഒരു കേന്ദ്രം മാത്രം വിചാരിച്ചല്ല, സംസ്ഥാനങ്ങളും കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. GSTയിലെ കോമ്പൻസേഷന്റെ കാര്യവും സംസ്ഥാനങ്ങളും കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. ഇതെല്ലാം അവർ സമ്മതിച്ചിട്ട് ഇപ്പൊ പോയി അവിടെ പോയി കഴിച്ചാൽ പിന്നെ കുറച്ച് സമരം ചെയ്ത് പേപ്പറുകളിൽ കുറച്ച് ഹെഡിങ് ഉണ്ടാക്കാം, ചാനലുകളിൽ കുറച്ച് ഇത് ഉണ്ടാക്കാം. സുപ്രീം കോടതി കേസ് കൊടുത്തിട്ട് അതിന്റെ വിധി വരുന്നവർക്കെതിരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുന്നോടിയാണ് ഇവരിപ്പൊ ഈ 11-ാം മണിക്കൂറിൽ പോയി ഈ സമരം ചെയ്തു. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നന്ദി. രാജൻ എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് ചെയ്യുന്നു. രാജൻ എന്നല്ലേ പേര് പറഞ്ഞത്? ഞാൻ കൊല്ലമാ. കൊല്ലം. കൊല്ലത്ത് ഇല്ല മറക്കില്ല. ഞാൻ അങ്ങനെ ആളുകളെ പെട്ടെന്ന് മറക്കുന്ന ആളല്ല. എന്തുണ്ട് വിശേഷം? ഇന്നത്തെ സമരം അതിഭയങ്കരമായ വിജയമായിരുന്നു. കാരണം കർണാടക, തമിഴ്നാട്, പിന്നെ പഞ്ചാബ്, ഡൽഹി ഇവരെല്ലാം വന്ന് അവരെല്ലാം മണ്ടന്മാരല്ലേ. മുമ്പ് ചില പ്രേക്ഷകർ പറഞ്ഞ പോലെ എന്തോ ധൂർത്തോ എന്തോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാരും മറ്റവരൊക്കെ വന്നവരൊന്നും ധൂർത്തൊന്നും അടിച്ചില്ലയോ? അപ്പൊ ഇന്നിപ്പം ഈ സമരത്തിന് ഫലം
100% കണ്ടു. പരാജയപ്പെട്ടത് നമ്മുടെ നാട്ടിലെ സതീശനും പാർട്ടികളും. അവര് ഒരുപാട് കയറ് വാങ്ങിച്ചിട്ട് ആ കിഴക്കേക്കോട്ട പോയി തൂങ്ങിച്ചാകുന്നത് നല്ലത്. അല്ല, അങ്ങനെ വേണോ? അത് അവരുടേതായ രീതിയിൽ പ്രതിഷേധിക്കുന്നു. ശരി, വളരെ വ്യക്തം. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്ക്ക് ഈ സമരത്തെ എങ്ങനെ വിലയിരുത്താനാകും? അത് നമ്മളുടെ കയ്യിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആവശ്യമില്ലാതെ ദൂർത്തടിക്കുമ്പോൾ അതൊക്കെ കേന്ദ്രത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പല സഖ്യകക്ഷി അവരുടെ BJP-ക്കാരും അല്ലാത്തവരും ഇതൊക്കെ അവരും അവിടെ ഇരുന്നുകൊണ്ട് ന്യൂസ് അറിയുന്നില്ല ഇവരെങ്ങനെ കഴിക്കുന്നതും. പക്ഷേ ശ്രീ ഡേവിഡ് വിജയ്, ഈ സംസ്ഥാനം ദൂർത്തടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സംസ്ഥാനം ഒരു കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു, അതിന്റെ ചെലവ് നടത്തുന്നു. കേന്ദ്രം അവർ കൊടുക്കാനുള്ള പണം കൊടുക്കണം എന്നതല്ലേ ശരിയായ? അതല്ല, കേന്ദ്രം അവർ പറഞ്ഞല്ലോ, നിങ്ങൾ കണക്ക് കൊണ്ട് കൺട്രോളർ ഓഫ് ഓഡിറ്റ് ആൻഡ് ജനറൽസിന്റെ മറ്റേതൊക്കെ കൂടി അവർ പറയുന്നുണ്ടല്ലോ അവരുടേതായ കണക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ധനകാര്യ കമ്മീഷൻ വിഹിതം നിശ്ചയിക്കുമ്പോൾ ഇത് ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞോട്ടെ. EMS നമ്പൂതിരിപ്പാട് ഇവിടെ ഭരിക്കുമ്പം അന്ന് ഈ കുട്ടികളെ മുഴുവൻ KSU എന്നും പറഞ്ഞ് റോട്ടിലിറക്കിയിട്ട് അരി എവിടെ തുണി എവിടെ പറയൂ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നെന്നറിയോ? കേന്ദ്രം കേരളത്തെ പട്ടിണിക്കിടയായിരുന്നു ഈ കോൺഗ്രസ്സുകാരുടെ കാലത്ത്. എന്നിട്ട് എന്തുണ്ടായി? വല്ലതും നടന്നു. കാരണം കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിന്റെ കുറെ കാലം അവരുടെ കയ്യിലായിരുന്നല്ലോ. അപ്പൊ കേന്ദ്രം അവരുടെ കയ്യിലല്ലാന്ന് വെച്ചാൽ എത്രയായാലും ഒരു ചെറിയ നെഗ്ലിജൻസ് ആ സംസ്ഥാനത്തോട് വൈരാഗ്യം ഉള്ളിൽ കാണും, എന്തൊക്കെ പറഞ്ഞാലും ഒരു കമ്പനി. ഇപ്പൊ അത് കാരണം അതേ കോൺഗ്രസ്സുകാരതാണ് പറയുന്നത് ഞങ്ങൾ കയറില്ലാന്ന്. കാരണം അവരുടെ പരിപാടിയാണത്. അവര് കാണിച്ചു കൊടുത്ത ഒരു കാലത്ത് പഠിപ്പിച്ചതാണല്ലോ ഇപ്പൊ BJP കാണിക്കുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതല്ലാതെ ഞാൻ കംപ്ലീറ്റ് ഇവര് പറയുന്നത് തെറ്റാന്നും പറയില്ല, കേന്ദ്രം കൊടുക്കാത്തതാണെന്നും ഞാൻ പറയില്ല. കാരണം ഐ എം നോട്ട് എൻ അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ്. കാരണം അവരുടെ കയ്യിൽ എന്താ ഇവരുടെ വിഭവങ്ങൾ ശരിക്കും കുറെ അലിഗേഷൻസ് ഇവർക്കെതിരെയും കേൾക്കാനുണ്ട്. ഇടതു മുന്നണിക്കെതിരെയും കയ്യിലിരിക്കുന്ന പണമൊന്നും ശരിക്കല്ല, ദൂർത്തടിക്കുന്നു, ബസ് എടുത്ത് നടക്കും, ഇതൊക്കെ അവിടെ എടുത്ത് കാണിച്ചു കൊടുക്കും ആളുകൾ ഡൽഹിയിൽ ചെന്നിട്ട്. ഏതായാലും സുകുമാരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എങ്ങനെ ഈ വിഷയത്തെ കാണാനാകും? ഈ സമരം എങ്ങനെ ഫലം കാണുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് ഉറപ്പായിട്ടും ഫലം കാണും. കാണുന്നത് ആർക്കാണെന്നറിയോ? ഹലോ, അറിയില്ല. കാണുന്നത് ഫലം കാണാൻ പോണത് വീണ വിജയനും മരുമോനും. കാരണം ഇദ്ദേഹം താമസിയാതെ പ്രധാനമന്ത്രിയാവും. പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ SFIയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള എല്ലാം തീരും. അവസാനം ആര് പ്രധാനമന്ത്രിയാവും പറഞ്ഞ? ഈ പിണറായി വിജയൻ താമസിയാതെ പ്രധാനമന്ത്രി. നിങ്ങൾക്ക് അറിയാത്ത അതാണ് എന്റെ രഹസ്യം. നിങ്ങൾക്ക് ഈ രഹസ്യം പിടികിട്ടിട്ടില്ലല്ലോ. ഇവിടെ സംസാരിച്ച ഈ രഹസ്യം ഞാൻ പറഞ്ഞു. ഈ രഹസ്യം സതീശന് പിടികിട്ടിയത് കൊണ്ടാണ് സതീശൻ മാറി നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം കഴിച്ച് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ സത്യമായിട്ടും താമസിയാതെ അതിൽ കണ്ടില്ലേ അദ്ദേഹം പ്രധാനമന്ത്രി. ഏതായാലും താങ്കൾ അത് പരിഹസിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കട്ടെ. അടുത്ത ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേരൊന്ന് പറയാമോ? മനോജ്. ശ്രീ മനോജ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ശ്രീ മനോജ് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. തീർച്ചയായും. അങ്ങനത്തെ പൊതുപ്രവർത്തനത്തിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ പൊതുപ്രവർത്തനാണ്. എന്ത് തോന്നുന്നു ശ്രീ മനോജ്? നമുക്ക് ഈ പണം കിട്ടില്ല എന്ന് കരുതേണ്ടതുണ്ടോ, അതോ ഇത്തരം പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ കൊണ്ട് കിട്ടുമെന്ന് കരുതേണ്ടതുണ്ടോ, അതോ ഇത് ഒരു നയത്തിന്റെ ഭാഗമായി വരുന്ന സാധാരണ നടപടിക്രമമാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? സാറേ, കഴിഞ്ഞ 8 വർഷക്കാലം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും പറയാതെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി ഇപ്പോൾ മകൾക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും അദ്ദേഹം മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിയും കൂടെ കൂർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പുറട്ട് നാടകം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അത് കാരണം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മദ്യ അഴിമതി കേസിലും അതിൽ പങ്കെടുത്ത DMKയുടെ നേതാവ് നമ്മുടെ DMKയുടെ നേതാവ് 2G സ്പെക്ട്ര കേസിലൊക്കെ പെട്ടു നിൽക്കുന്ന അഴിമതിക്കാരാ. അതേ ഗണത്തിലേക്കാണ് പിണറായി വിജയനും വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ അഴിമതിക്കാരെ ഒരു കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഈ സമരം കൊണ്ട് കേരളത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വ്യക്തിക്ക് പോലും ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്
താങ്കളുടെ കാലത്തിൽ. യെസ്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ഈ ധനകാര്യ കമ്മീഷന്റെ ഒരു നടപടി, അതിന്റെ സംസ്ഥാന വിഹിതം നിശ്ചയിക്കുമ്പോൾ നമ്മൾ അന്ന് പ്രതികരിക്കാൻ വിട്ടുപോയോ? എന്താണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഈ സാഹചര്യം? ഒരു പ്രതിഷേധം കൊണ്ട് നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും ഒരു പ്രതിഷേധം കൊണ്ട് ഇത് അതിജീവിക്കാൻ സാധിക്കില്ല. ഇതൊരു ഷോ ഉണ്ടാക്കാൻ മാത്രമേ ജനങ്ങളുടെ ഒരു ശ്രദ്ധയൊക്കെ പിടിച്ചു വെക്കാൻ പറ്റും. അതേസമയം ഈ നമ്മുടെ ഈ സർക്കാരിനെതിരെ ഒരു ഇതേപോലത്തെ ഒരു ഗംഭീര സമരം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചോടിക്കും. അടുക്കാൻ സമ്മതിക്കില്ല അവിടെ. അപ്പൊ അവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു സുഖമായിട്ട് ബോംബ് വിട്ടില്ല, ഒന്നും ഇടണില്ല, സുഖമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സർക്കാരിന് നരേന്ദ്രമോദി, കോൺഗ്രസ്, നമ്മുടെ ഗവർണർ ഇവരില്ലെങ്കിൽ കുറ്റം പറയാൻ വേറെ ആരും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടാക്സുകൾ പിരിക്കാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. ഈ ഗതാഗത വകുപ്പില് അപ്പൊ ഗണേഷ് കുമാർ വന്നിട്ടുണ്ട്. അതായത് അറിയുന്ന ഒരു കാര്യമാണ്. ഒരു 1.5 ലക്ഷത്തോളം റുപ്യ ഡ്യൂ ഉള്ള ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ടാക്സി ആയിട്ട്, പെർമിറ്റും ഇല്ല, ടെസ്റ്റും ഇല്ല, 5 കൊല്ലമായിട്ട്. ഇതൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ട്. നേരിട്ട് അറിവിലുള്ള ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ഒരു. അതെ, ഞാൻ നല്ല പറഞ്ഞു സാറേ, ഇത് ഒരെണ്ണം. അപ്പൊ എത്രത്തോളം എണ്ണങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇതിൽ പോകുന്ന യാത്രക്കാർക്ക് വല്ലതും പറ്റിയ ഇൻഷുറൻസ് ഒന്നുമില്ല, ക്ലെയിം കിട്ടില്ല. വഴി പോകുന്ന ആൾക്കാർക്ക് ഇടിച്ചു കഴിഞ്ഞാല് അവർക്കൊന്നും കിട്ടില്ല. അപ്പൊ എന്തൊരു സാമൂഹ്യ ദ്രോഹമാണ് നടത്തുന്നത്. ഇതൊന്നും ഇവര് ശ്രദ്ധയപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ RC ബുക്കുകൾ ഇപ്പൊ അടിക്കാൻ കൊടുത്തിട്ടേ 8 കോടി രൂപ കൊടുക്കാണ്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാനൊരു വണ്ടി കൊടുത്തിട്ടുണ്ട് RC, 2 മാസമായിട്ടില്ല. ഞങ്ങളുടെ പൈസയും വാങ്ങിച്ചു സാറേ. RC ബുക്ക് തരുന്നില്ല. കാശ് കൊടുക്കണ്ടേ? ITI-ന് 8 കോടി കൊടുക്കണമല്ലോ സാറേ. അത് മാത്രമല്ല, അത് അയച്ചു തരാനുള്ള എന്താ തപാൽ വകുപ്പിന് പൈസ കൊടുക്കാനുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ഏതായാലും താങ്കൾക്ക് പെട്ടെന്ന് RC ബുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ഏതായാലും വിളിച്ച അഭിപ്രായം പറഞ്ഞതിന്. വേണുഗോപാൽ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാൽ, യെസ്, എന്തുണ്ട് വിശേഷം? ഡോക്ടറാണ്. ഞാൻ മുന്നേ വിളിച്ചിട്ടുള്ളതാണ്. അത് ശരി. പക്ഷെ ഡോക്ടറാണെന്നുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നോളൂ. അത് ശരി. എനിക്ക് പറയുന്ന കാര്യം സാറേ, ഈ സ്വന്തം വീഴ്ച. അലോപ്പതിക് ഡോക്ടറാണോ? ഒരു മിനിറ്റ്, ഞാൻ അതും കൂടി ചോദിക്കട്ടെ. അലോപ്പതിക് ഡോക്ടറാണോ ആയുർവേദിക് ഡോക്ടറാണോ? ഞാൻ ഹോമിയോ ഡിഗ്രിയാണ്. ഹോമിയോ ഡോക്ടറാണ്. ശരി, വെരി ഗുഡ്. പറയാലോ? പിന്നെ പറയാം സാറേ. സ്വന്തം വീഴ്ചകളെ മറയ്ക്കാൻ പരിപാടിയല്ലേ ഇത്? അതെയോ? വീഴ്ച മറക്കുകയാണ്. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഡൽഹി യാത്ര ചെയ്തിരിക്കും. ആർക്ക് വേണ്ടിയാ സാറേ? ഇവിടെ സാറേ, സാർ അറിയാമല്ലോ, ഇവിടെ പെൻഷൻ കിട്ടാതെയും ആൾക്കാർ ഇന്ന് TV കാണിച്ചു, എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നു. അത് ഇവിടെ ചിലവഴിക്കാതെ അവിടെ കൂടുതൽ കാര്യമുണ്ടോ സാറേ? പക്ഷെ ഈ പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ അറിയിക്കേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രതിസന്ധിയിലല്ലേ? നമുക്ക് നമ്മുടെ ഇവിടെ പിരിക്കാനുള്ള പൈസ പിരിക്കാതെ കേന്ദ്രം തന്ന പൈസ കുട്ടടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? അപ്പം ഇവിടെ നമുക്ക് കിട്ടാനുള്ള പൈസ പിടിച്ചെടുക്കാതെ അവിടെ കൊണ്ട് എന്ത് കാര്യം സാറേ? എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? എത്രയോ ലക്ഷം രൂപ പോയി യാത്രയ്ക്ക്. ഇവിടെ പെൻഷൻ ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ ജീവിക്കുകയാണ്. അവിടെ സപ്ലൈക്കോ അരിയില്ല, ഒരു സാധനമില്ല. ആൾക്കാർ ജീവിതം വളരെ ദുസ്സഹമായ സമയത്ത് ഇവര് ദർബാർ അടിച്ചു കിടക്കുകയാണ്. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കരിങ്കുന്നത്ത് നിന്നാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ ശ്രീ രാജൻ? രാജൻ കേൾക്കാമോ? ശ്രീ രാജൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കരിങ്കുന്നത്ത് നിന്നാണ്. താങ്കൾ ഈ ഇന്നത്തെ ഈ പ്രതിഷേധമൊക്കെ കണ്ടോ? ടിവിയിലും മറ്റ് ഓൺലൈനിലും ഒക്കെ എല്ലാം കണ്ടു. എന്ത് തോന്നുന്നു? പ്രതിഷേധം ഇരമ്പുന്നുണ്ടോ? ഇലക്ഷൻ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇലക്ഷന്റെ നാടകമാണെന്ന് താങ്കൾ പറയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെജി എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് റെജി വിളിക്കുന്നത്? സെന്റർ ടൗണിൽ നിന്നാണ്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ പ്രതിഷേധം കണ്ട് എന്ത് തോന്നുന്നു? പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് വിളിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ എന്തോ കുഴപ്പം നമ്മുടെ പത്തനംതിട്ടയ്ക്ക്, നമ്മുടെ കേരളത്തിന് കിട്ടാനുള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. ഇവരൊക്കെ എന്തോ മറ്റുള്ളവർ പറയുന്നത് നമ്മളെ
കേരളത്തിന് കിട്ടാനുള്ളതല്ല മുഖ്യമന്ത്രി പോയി സമരം ചെയ്ത് വാങ്ങിക്കുന്നത്. അതിലൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ കേന്ദ്ര സർക്കാരിന്റെ കാലാവധി കഴിയാനിരിക്കുന്ന ഈ അവസാന നിമിഷമാണ് നമ്മൾ ഇതിന് തയ്യാറാകുന്നത് എന്നിടത്തൊരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. കേന്ദ്ര സർക്കാരിന്റെ 5 വർഷത്തെ കാലാവധി NDA സർക്കാർ 5 വർഷത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം നിവൃത്തി കേട്ടപ്പോഴല്ലേ മുഖ്യമന്ത്രി ഡൽഹി പോയി സമരത്തിന് പോയത്. അതൊരു തെരഞ്ഞെടുപ്പ് ഷണ്ടാണോ എന്നാണ് പലരും സംശയകരമായി മുന്നോട്ട് പലരും പറയുന്ന നരേന്ദ്രമോദി നേരത്തെ തന്നുകൊണ്ടിരിക്കുവായിരുന്നാ പറഞ്ഞത്. അങ്ങനെയല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. ബാബു എന്നൊരു പ്രേക്ഷകൻ നെടുമങ്ങാട് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ബാബുവിന് എന്ത് തോന്നുന്നു? ഈ അതായത് കേന്ദ്ര സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ പോയി സമരം ചെയ്തത് നമ്മൾ കുറച്ച് വൈകിപ്പോയോ ശ്രീ ബാബു? ഇല്ല സാർ, വൈകിട്ടേ ഇല്ല. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യ സംസ്ഥാനത്തിനകത്ത് ആദ്യമായിട്ട് ആണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാര് കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ ഒത്തൊരുമിച്ച് ചെല്ലുന്നത് ഒരു സ്റ്റേറ്റിൽ. അല്ല, നമ്മൾ ഞാൻ ചോദിക്കുന്നത് ശ്രീ ബാബു, ഞാൻ ചോദിക്കുന്നത് ഈ ധനകാര്യ കമ്മീഷൻ ഈ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ അന്നൊന്നും നമ്മൾ ഇതിൽ പ്രതിഷേധിക്കണ്ടേ? അല്ലാതെ അന്ന് തീർച്ചയായിട്ടും വേണം. ധനകാര്യ കമ്മീഷൻ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഈ ധനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് താഴെയുള്ള ഇതിന് കിട്ടണമല്ലോ. മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കും കിട്ടണ്ടേ അച്ഛന്റെ ഓഹരികൾ. അല്ല, അതില് നമ്മൾ അന്ന് ഇതിനൊരു മാനദണ്ഡം നിശ്ചയിച്ചല്ലോ. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കുമ്പോൾ പല ഫാക്ടേഴ്സ് നോക്കിയാണ്, പിന്നോക്കാവസ്ഥ, അതുപോലെ ആ പിന്നോക്കാവസ്ഥ അനുസരിച്ചാണെങ്കിലും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണമല്ലോ. നമ്മൾ കുറെ കൂടെ മുന്നോട്ടായി പോയതാണ് പ്രശ്നം എന്നാണ് സർക്കാർ കൊടുക്കുന്നുണ്ടോ? അല്ല, അത് നമ്മൾക്ക് പിന്നോക്കാവസ്ഥ, നമ്മളെക്കാൾ പിന്നോക്കാവസ്ഥയുള്ള ആളുകൾക്ക് കുറെ കൂടി കൂടുതൽ പൈസ കിട്ടുന്നു എന്നാണ് സാഹചര്യം. പിന്നെ ജനസംഖ്യ അനുപാതം, അങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയാണല്ലോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വരുന്നത്. അത് 10ാം ധനകാര്യ അത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു സ്റ്റേറ്റിന് എത്രയാണ് അവര് സമഹരിച്ച് വെച്ചിരിക്കുന്നത് കേന്ദ്രം, ആ സമഹരിച്ച് വെച്ചിരിക്കുന്ന അതാത് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുമ്പോ അത് എന്താണ് വിനിയോഗിക്കുന്നതെന്നും കൂടെ കേന്ദ്രം അന്വേഷിക്കണം. അതില്ലാതെ നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. മറ്റു സ്റ്റേറ്റുകളിൽ നോക്കുമ്പം നമ്മളല്ലേ ഇപ്പോഴും വീണ്ടും ഒന്നാമതായി നിൽക്കുന്നേ. അതെ, അപ്പൊ അവര് പുരോഗമിക്കണ്ടേ എന്നാണ്. അത് നമ്മൾ ഈ സംസ്ഥാനം പുരോഗമിക്കണം. അക്കൂട്ടത്തിൽ നമുക്ക് കിട്ടേണ്ടതും തരണ്ടേ? നമ്മൾ അതിൽ കൂടുതൽ പുരോഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയും വേണം. മറ്റ് സ്റ്റേറ്റുകൾ പുരോഗമിക്കണം, എങ്കിലല്ലേ ഇന്ത്യ. അല്ല, അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞൊരു പ്രസംഗം, എന്റെ പണം ഞങ്ങളുടെ പണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാമോ? ഒരു നികുതി അടച്ചാൽ അത് രാജ്യത്തിന് മുഴുവൻ പോകണം എന്നതൊക്കെയാണ്. ഏതായാലും പ്രധാനമന്ത്രി ചെയ്ത ഇപ്പം BJP സർക്കാർ വന്ന ആ സമയം മുതൽ 1000ന്റെ നോട്ട് പിൻവലിച്ചു, മുതൽ 500ന്റെ നോട്ട് പിൻവലിച്ചത് മുതൽ ഇങ്ങോട്ട് താഴെ കിടക്കാൻ പോലും വഴിയില്ലാത്തവർ ആകെ ബുദ്ധിമുട്ടുണ്ടായില്ലേ? ശരി, വീണ്ടും കേന്ദ്ര സർക്കാരാണോ നല്ലത്? അല്ല, സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രൂക്ഷമായ വിമർശനം ഒരു വശത്തെ ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായ വിമർശനമുണ്ട്. കാര്യം അവര് റോഡ് തീർത്തു, സ്കൂൾ കെട്ടിടങ്ങൾ നല്ല രീതിയിലാക്കി എടുത്തു, അംഗൻവാടികൾ നല്ല രീതിയിലാക്കി, അതൊക്കെ വിമർശനമുണ്ട്. അല്ല, അതൊക്കെ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ 2ാം പിണറായി സർക്കാർ വന്നത്. പക്ഷേ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടോ എന്ന് സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നു. പ്രത്യേകിച്ച് അവരുടെ ദൂർത്ത് മാത്രം നടക്കുന്നു എന്നാണ് ആളുകൾ പൊതുവേദിയിൽ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും അവിടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. രവീന്ദ്രൻ ആലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു? നമ്മൾ വിജയിക്കുമോ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ? 90 വയസ്സുള്ള ഒരു അമ്മാമ്മ ഇന്ന് വണ്ടിപ്പെരിയാറില് ഒരു പിടി ചോറിന് വേണ്ടി കരയുന്നത് നമ്മൾ അവരുടെ മകൻ പറയുവാണ്, എന്റെ അമ്മ മരിച്ചിട്ട് 16 അടിയന്തരത്തിനാണോ കാശ് വേണ്ടേ, അതോ ഇപ്പൊ ഭക്ഷണം കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് 3.5 കോടി ജനങ്ങളെ കരിമണൽ കർത്തായിക്ക് നിയമപരമായി വളഞ്ഞ വഴികൾ ഒറ്റുകൊടുക്കും. നിരന്തര കൈക്കൂലി വാങ്ങിയ ഒരാള് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഈ വിഡ്ഢികളെല്ലാം കൂടെ കൂട്ടി കേന്ദ്രത്തിന് മുമ്പിൽ പോയിരിക്കുക. ആദ്യം സ്വന്തം തെറ്റ് കണ്ടുപിടിക്കേണ്ട, അവനവന്റെ കുഴി തോണ്ടിയിട്ടാണ് ബാക്കി കാര്യം ചെയ്യേണ്ടത്. മറ്റുള്ളവരെ കുറ്റം പറയല്ല വേണ്ട. ഇയാളുടെ മകളും കൂടെ ചെയ്തു കൂട്ടിയ വിഡിതനങ്ങളെല്ലാം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രകസനം പോയി നടത്തുന്നത്. ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇന്നത്തെ കേരളമാണെന്ന് പറയണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഈ തന്ത്രപരമായ നീക്കമൊന്നും അവിടെ നടക്കില്ല. മുൻപൊരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ
അഴിമതിക്കാരായ കുറെ അന്യ സംസ്ഥാന കൂട്ടാളികളെ കൂട്ടി ഇങ്ങേര് അവിടെ പോയിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇങ്ങേര് ചെയ്തു കൂട്ടിയതിനെല്ലാം പ്രതിഫലം ഇങ്ങേര് അനുഭവിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. ഒരു 10 പൈസ അവിടെ വേറെ കിട്ടാനും പോകില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. അനിൽ എന്നൊരു പ്രേക്ഷകൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. അനിൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കാം. സാറേ, നമ്മൾ ഇതിനകത്തെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ 10 രൂപയിൽ കൂടുതൽ പെട്രോൾ നികുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ കൊടുക്കുന്നത് GST കൗൺസിൽ എന്ന് പറയും. അതിനകത്ത് നമുക്ക് നഷ്ടപരിഹാരം എല്ലാ സംസ്ഥാനങ്ങളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കുന്ന മീറ്റിംഗിലാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നില്ല? അദ്ദേഹത്തിന് അവിടെ ഒബ്ജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബില്ല്, ഒരു നിയമവും നടപടി ഒന്നും പാസ്സാക്കില്ല അവിടെ GST കൗൺസിലിൽ. അവിടെ ഒന്നും പറയാതെ ഇതൊക്കെ കിട്ടേണ്ടത് അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കാം, ഭരണകക്ഷിക്ക് അവിടെ പോയി ഉന്നയിക്കാം. കേരളത്തിലെ MP മാർക്ക് പറഞ്ഞുകൂടെ പാർലമെന്റിൽ? നമ്മളാരും കേട്ടിട്ടില്ല. രാജ്യസഭയിലും പാർലമെന്റിലും ഇവിടെ വിഹിതം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആരെങ്കിലും കേരളത്തിലെ MP മാർ അവിടെ പാർലമെന്റിൽ ചോദ്യമായി ഉന്നയിച്ചു. NK പ്രേമേന്ദ്രൻ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചു. പ്രതിപക്ഷത്തിന്റെ ആളാ, ആരെങ്കിലും ചോദിച്ചോ? ഏതായാലും സമയപരിമിതി കൊണ്ടാണ് ഈ ചർച്ച നമുക്ക് തുടരാൻ കഴിയാതിരുന്നത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തിയ സമരം വിജയിക്കുമോ, ഫലം കാണുമോ എന്നായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം. അതിൽ 19% ആളുകൾ ഈ പ്രതിഷേധം ഫലം കാണും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 81% ആളുകൾ ഈ സമരം കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.